ഇന്ന് രാത്രി 8 മണിക്ക്. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, യേശുവിൻ്റെ വചനങ്ങളും അവിടുത്തെ ദർശനങ്ങളും ഈ ആധുനിക കാലഘട്ടത്തിൽ പലപ്പോഴും മനസ്സിലാക്കാൻ പ്രയാസമുള്ളതായി തോന്നാം. ഈശോ പറഞ്ഞല്ലോ, എന്നെ അനുഗമിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ പിന്നാലെ വരണം. യേശു നമ്മോട് പറയുന്നത് നഷ്ടങ്ങൾ ഏറ്റെടുക്കാനും നഷ്ടങ്ങളെ സഹിക്കാനുമാണ്. എല്ലാം ഉപേക്ഷിക്കാതെ, അപ്പനെ അമ്മയെപ്പോലും ഉപേക്ഷിക്കാതെ എൻ്റെ ശിഷ്യരാകാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് അവിടെ നമ്മോട് പറയുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ഈ ലോകത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ഒരു ലാഭ സംസ്കാരമാണ്. ഇവിടെയാണ് ഈശോ നമ്മെ വെല്ലുവിളിക്കുന്നത് നഷ്ടങ്ങളുടെ വഴി തിരഞ്ഞെടുക്കാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ഇത് തിരുനാളുകളുടെ ഒരു കാലഘട്ടമാണ്. വിശുദ്ധന്മാരുടെയൊക്കെ തിരുനാളുകളൊക്കെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ജീവിതങ്ങൾ പരിശോധിക്കുമ്പോൾ യേശുവിൻ്റെ ഈ ഒരു സന്ദേശം, നഷ്ടങ്ങൾ ഏറ്റെടുക്കാനുള്ള, അവനെ പ്രതി നഷ്ടങ്ങൾ ഏറ്റുവാങ്ങാനുള്ള വലിയ സന്ദേശം ജീവിതത്തിൽ ഏറ്റുവാങ്ങിയവരാണ് അവര്. ഒരുപക്ഷെ തങ്ങളുടെ തൊഴിൽ മാത്രമല്ല, അതിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത് മാത്രമല്ല, ജീവൻ പോലും യേശുവിനെ പ്രതി നഷ്ടമാക്കാൻ മനസ്സ് കാണിച്ചവരാണ് അവര്. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയ ലേഖനത്തിൽ വളരെ വ്യക്തമായി നമ്മോട് പറയുന്നുണ്ട്. 3-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളിൽ അദ്ദേഹം അവിടെ തൻ്റെ നേട്ടങ്ങളും തനിക്ക് ലാഭമായിരുന്ന കുറേ കാര്യങ്ങളും എണ്ണി എണ്ണി പറയുന്നുണ്ട്. അപ്പോസ്തലൻ പറയുന്നു, 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ, ഹെബ്രായിൽ ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം ഫരീസേയൻ, തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിനു മുമ്പിൽ കുറ്റമില്ലാത്തവൻ. അദ്ദേഹം തുടരുന്നു 7-ാം വചനത്തിൽ, എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. അദ്ദേഹം തുടരുന്നു, ഇവ മാത്രമല്ല, എൻ്റെ കർത്താവ് യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി ഞാൻ പരിഗണിക്കുന്നു, കുപ്പയായി പരിഗണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തനിക്ക് ലാഭമായിരുന്ന, നേട്ടമായിരുന്ന മുഴുവൻ കാര്യങ്ങളും യേശുവിന് വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറായ അപ്പോസ്തലന്റെ വാക്കുകളാണ് നാം ഇപ്പോൾ കണ്ടത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെ ഈ ലാഭമുണ്ടാക്കണം, ഏത് കാര്യത്തിലായാലും എന്ത് നേട്ടമുണ്ട്, എന്ത് ലാഭമുണ്ട്, ഈ ഒരു ചിന്താഗതിയാണ് നമ്മുടെയൊക്കെ മനസ്സുകളിൽ പലപ്പോഴും ഉള്ളത്. സാമ്പത്തികമായ കാര്യങ്ങളോ ലൗകികമായ കാര്യങ്ങളോ മാത്രമല്ല, ആധ്യാത്മികമായ കാര്യങ്ങളിൽ പോലും ഈ ഒരു ലാഭ സംസ്കാരം ഇന്ന് നിലവിലിരിക്കുകയാണ്. നമുക്കറിയാം, ദേവാലയങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥനയ്ക്കായി പോകും, ആരാധനയ്ക്കായി പോകും, ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാനിക്കാനായി പോകും. നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ എന്താ? കുറേയേറെ മെമ്മോറാണ്ടങ്ങളല്ലേ ദൈവത്തിന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക. ഒരുപക്ഷെ മകന് ജോലി കിട്ടണം, മകളുടെ വിവാഹം നടക്കണം, വീട്ടിലുള്ളവരുടെ രോഗം മാറണം, ഒരുപക്ഷെ കുറച്ച് സാമ്പത്തിക ബാധ്യതകളുണ്ട്, അതെല്ലാം മാറിക്കിട്ടണം. ഇങ്ങനെയുള്ള ആവശ്യങ്ങളുടെ നീണ്ട മെമ്മോറാണ്ടം തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിക്കുക. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ അങ്ങനെയാണ്. കാരണം ഈ മെമ്മോറാണ്ടങ്ങൾ സമർപ്പിക്കുക നമ്മളൊരു പതിവാണ്. മന്ത്രി വന്നാലും MLA വന്നാലും ഒരുപക്ഷെ സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് മെമ്പർ വന്നാലും അവരുടെ എല്ലാം മുൻപിൽ എപ്പോഴും മെമ്മോറാണ്ടങ്ങൾ സമർപ്പിക്കുന്ന ഒരു പതിവ് നമുക്കുണ്ട്. എന്ന് പറയുന്നത് പോലെ ദൈവസന്നിധിയിലും ആവശ്യങ്ങളുടെ നീണ്ട പട്ടിക സമർപ്പിച്ചുകൊണ്ട്, ദൈവമേ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നടത്തിത്തരണം, അതല്ലെങ്കിലോ വിശ്വാസം തന്നെ ഉപേക്ഷിച്ചെന്ന് വരും, മറ്റു വഴികളിലൂടെ പോയെന്ന് വരും. ഒരിക്കൽ ഞാൻ ഒരു വ്യക്തിയെ കണ്ടുമുട്ടി. ആ വ്യക്തി
ചാത്തൻ സേവാമഠത്തിലും അതുപോലുള്ള മന്ത്രവാദങ്ങളിലൊക്കെ പോകുന്ന വ്യക്തിയാണ്. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കൂടിക്കൂടി വന്നപ്പോഴാണ് വീണ്ടും അദ്ദേഹം വന്നത്. ഞാൻ ചോദിച്ചു, ഇതുപോലുള്ള വഴികളിലൂടെയൊക്കെ പോകാനുള്ള കാരണം എന്താ? ഇയാള് പറഞ്ഞു, അച്ചോ, പ്രശ്നങ്ങളുണ്ട് ജീവിതത്തില്, പ്രശ്നങ്ങളിൽ നിന്ന് മാറിക്കിട്ടണ്ടേ, എവിടുന്നാണ് സഹായം വരുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ, അവരും സഹായിക്കാനിരിക്കുന്നവരല്ലേ, അതുകൊണ്ട് അവിടെ നിന്ന് പോയി നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല നടപടി 4-ാം അധ്യായം 12-ാമത്തെ വചനം നമുക്കറിയാം. മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമമാണെന്ന് ആ വലിയ സത്യം വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇതാ ലാഭം, നേട്ടം എവിടുന്നാ വരുന്നത്? അതുകൊണ്ട് തന്നെ പിശാചിൽ നിന്ന് പോലും ലാഭങ്ങൾ കിട്ടുമെങ്കിൽ സത്യദൈവത്തെ ഉപേക്ഷിച്ച് പിശാചിന്റെ വഴികളിലൂടെ പോകാനും പിശാചിനെ ആരാധിക്കാനും തയ്യാറെടുക്കുന്ന അനേകം ആളുകളുണ്ട്. നമ്മുടെ കേരളത്തിൽ പോലും ഒരു കണക്ക് പറയുക, ഏകദേശം 3000-ഓളം യുവജനങ്ങള് ബ്ലാക്ക് മാസ്, പിശാചിനെ ആരാധിക്കുന്ന, സാത്താൻ സേവ നടത്തുന്ന ആ രീതികൾ അവലംബിക്കുന്നവരായി ഉണ്ട് എന്നാ പറയുക. അതും പ്രൊഫഷണൽ കോളേജുകൾ പോലെയുള്ള തലങ്ങളിലൊക്കെ ജീവിക്കുന്നവരും അവിടെയൊക്കെ പണിയെടുക്കുന്നവരുമായ ആളുകള് ഒരുപക്ഷെ കൂടുതലുള്ളവരാകാം ഇങ്ങനെയുള്ള വഴികളിലൂടെ പോകുന്നത്. അവർക്ക് കൂടുതൽ ലഭിക്കണമെന്ന ആഗ്രഹമാണ്. കച്ചവടത്തിൽ ലാഭം ഉണ്ടാകണം. അതിനെന്താ മാർഗം? ദൈവത്തോട് പ്രാർത്ഥിച്ചു, എനിക്ക് ലാഭമൊന്നും കിട്ടിയില്ല, അതിനു പകരം ഞാനിതാ ഇതുപോലുള്ള സങ്കേതങ്ങളിലേക്ക് പോവുകയാണ്, പിശാചിനെ പോലും ഞാൻ കൂട്ടുപിടിക്കുകയാണ് എനിക്ക് ലാഭങ്ങൾ ഉണ്ടാകാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, നിസ്സാരങ്ങളായ ലാഭങ്ങളുടെ പിറകെ പോകാൻ സത്യദൈവത്തെ ഉപേക്ഷിക്കുന്ന ചെറുതും വലുതുമായ അനേക അനുഭവങ്ങൾ നമ്മുടെയൊക്കെ കൺമുമ്പിലുണ്ട്. എങ്ങനെയും കുറെ നേട്ടങ്ങൾ ഉണ്ടാകണം, എങ്ങനെയും കുറെ ലാഭങ്ങൾ ഉണ്ടാകണം. ചിലർക്ക് ഒരുപക്ഷെ ഞായറാഴ്ച ദേവാലയത്തിൽ പോകാനായിട്ട് സമയമില്ല. കാരണം എന്താ? അന്ന് ജോലിയുണ്ട്, ജോലിക്ക് പോകണം, ജോലി ഉണ്ടെങ്കിലല്ലേ പണം ലഭിക്കുകയുള്ളൂ. ജീവിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കണം. അതുകൊണ്ട് ഞായറാഴ്ച വിശുദ്ധ ബലിയിൽ പോകാൻ നേരമില്ല, അല്ലെങ്കിൽ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് വരാൻ നേരമില്ല. ആ സമയം പോലും ജോലിയെടുക്കലാണ്. നമുക്കറിയാം, ഇതുപോലെ ലാഭങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് എന്ത് ലാഭങ്ങൾ ഉണ്ടായത്? കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്നു. ചിലപ്പോൾ വലിയ സാമ്പത്തിക തകർച്ചയും മാനസിക തകർച്ചയും അസ്വസ്ഥതകളുമല്ലേ നമുക്ക് കൂട്ടായിട്ട് ലഭിക്കുക. എന്നാലും ലാഭം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും ഒത്തിരിയേറെ വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന അനേകം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. എങ്ങനെയും കുറെ ലാഭം ഉണ്ടാകണം, സാമ്പത്തികമായ നേട്ടമാണ് ലാഭമെന്ന് ചിന്തിക്കുന്ന ആ ചിന്താഗതികളാണ് ഇതിൻ്റെ എല്ലാം പിറകിലുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ മാത്രമല്ല, പാവനമായ കുടുംബ ബന്ധങ്ങളിൽ പോലും ഈ ലാഭസംസ്കാരം എന്ന് കൊടികുത്തി വാഴുകയല്ലേ. കുടുംബത്തിലെ പ്രായം ചെന്ന മാതാപിതാക്കളുണ്ട്. ആരോഗ്യമുള്ള കാലത്ത് ആ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി ചോര നീരാക്കി അധ്വാനിച്ചവരവര്. പക്ഷെ ഇന്നവർക്ക് ആരോഗ്യമില്ല, ഒരുപക്ഷെ ആകാര ഭംഗിയില്ല. കുടുംബത്തിൽ ആർക്കും അവരെ വേണ്ട, മക്കൾക്കൊന്നും അവരെ വേണ്ട. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്നു. അവൻ കുടുംബത്തിൽ അമ്മയൊക്കെയായിട്ട് പ്രശ്നമാണ്. എന്താ പ്രശ്നമെന്ന് അന്വേഷിച്ച് വന്നപ്പോഴാ അമ്മയ്ക്കിട്ട് ഒരു തള്ളു കൊടുത്തു. അമ്മ പള്ളിയിൽ പോകാൻ പറഞ്ഞു, അവൻ പോകാൻ കൂട്ടാക്കിയില്ല. മറ്റു വഴിക്ക് പോയപ്പോൾ അമ്മ തടഞ്ഞു. ഇതാ അമ്മയ്ക്കിട്ടൊരു തള്ളു കൊടുത്തു. തള്ളു കൊടുത്തപ്പോ അമ്മ ഇവിടെ വീണ് കിടന്ന് അമ്മ കരഞ്ഞു. അമ്മയുടെ കരച്ചിൽ കൂടിയപ്പോ അമ്മയ്ക്കിട്ട് പിടിച്ചിട്ട് ഇടിയും കൂടെ കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലെയൊക്കെയുള്ള എത്ര അനുഭവങ്ങളാ ഉള്ളത്. ഇവിടെയൊക്കെ മാതാപിതാക്കൾ ഈ മകൻ എന്തുമാത്രം സ്നേഹിച്ച് ലാളിച്ച് കയ്യോ കാലോ വളരുന്നത് എന്ന രീതിയിലൊക്കെ നോക്കിയ ഒരു അമ്മയാകാം. ആ അമ്മയോട് ആ മകൻ കാണിക്കുന്ന അനുഭവങ്ങൾ. കഴിഞ്ഞ നാൾ ഒരു അമ്മ കാണാൻ വന്നു. അമ്മയുടെ കവിളില് ഒരു പാടുണ്ട്, ഒരു വിരലിന്റെ പാട്, ഒരു പാളിങ്ങനെ കരുവാളിച്ച് കിടപ്പുണ്ട്. എന്താണെന്ന് ചോദിച്ചപ്പോഴാ പറയുക, കോളേജിൽ പഠിക്കുന്ന മകനെന്ന് പെരുമാറിയതാണ്. 3-4 വിരലുകൾ അവിടെ ഉണ്ടായിരുന്നു. 3-4 ദിവസം കഴിഞ്ഞത് കൊണ്ട് ബാക്കി വിരൽപ്പാടുകളെല്ലാം മാഞ്ഞിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്രകാരം ഈ മാതാപിതാക്കളെ പോലും വേദനിപ്പിക്കുന്നവര്, ഒരുപക്ഷെ പ്രായപൂർത്തിയാകുമ്പോൾ അവർക്ക് വേണ്ട ശുശ്രൂഷ നൽകാതെ അനാഥാലയങ്ങളിലേക്ക് പോലും അവരെ കൊണ്ട് പോയി വിടുന്ന മക്കളൊക്കെയുണ്ട്. കാരണം ഇന്ന് അവരെ കൊണ്ട് പ്രയോജനങ്ങളില്ല. പ്രയോജനമുള്ളത് മാത്രമേ ആവശ്യമുള്ളൂ, അതിന് മാത്രമേ വിലയുള്ളൂ. ആ ഒരു സംസ്കാരം നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയാണ്. ഒരു തരത്തിലുള്ള ഡിസ്പോസിബിൾ സംസ്കാരം. നമുക്കറിയാം, ഇന്ന് നമുക്ക് പ്ലേറ്റുകൾ, ഡിസ്പോസിബിൾ പ്ലേറ്റ് ഉണ്ട്, ഗ്ലാസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയുക എന്നുള്ളതാണ് അതിൻ്റെ എല്ലാം പ്രത്യേകത.
ഈ മാതാപിതാക്കളെ കൊണ്ടുള്ള ഉപകാരം തീർന്നെങ്കിലും ഇന്ന് അവരെ കൊണ്ട് ലാഭങ്ങളില്ല, അവരെ തന്നെ വലിച്ചെറിയാം. ഈ രീതിയിലൊക്കെ ചിന്തിക്കുന്നവരെ, നമ്മുടെയൊക്കെ ചില വലിയ കുടുംബങ്ങളിൽ പോലും നല്ല കെട്ടിടമാണ് പുറമേ നിന്ന് നോക്കിയാലും, അങ്ങനെയുള്ള കുടുംബങ്ങളിൽ തടവുകാരെ പോലെ കഴിയുന്ന പാവപ്പെട്ട മാതാപിതാക്കളില്ലേ. പണ്ടൊരിക്കല് ഒരു വീട് വെഞ്ചരിക്കാൻ ചെന്നപ്പോഴോ ഒരു മുറി അവര് തുറന്നില്ല. ഞാൻ ചോദിച്ചു, എന്തി മുറി തുറക്കാതെ? അത് തുറക്കണ്ടച്ചാ. ഞാൻ പറഞ്ഞു തുറക്കാൻ പറഞ്ഞു. അവരല്പം മടിച്ചെങ്കിലും അവസാനം തുറന്നപ്പോഴാ പ്രായം ചെന്ന വെല്ലുമ്മച്ചി ഒരുപക്ഷെ അവിടെ വളരെ ദാരുണമായ അവസ്ഥയിൽ ആ മുറിയിലുണ്ട് എന്നുള്ള വലിയൊരു സത്യം. ഇതുപോലെയൊക്കെയുള്ള അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ട്. ഇവരെയൊക്കെ നോക്കിയിട്ട് എന്താ പ്രയോജനമുള്ളത്? പ്രത്യേകിച്ച് ലാഭങ്ങളൊന്നുമില്ല, നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഒരുപക്ഷെ ദയാവധം പോലെയുള്ള ബില്ലുകൾക്ക് പോലും നമ്മുടെ നാട്ടിലൊക്കെ പ്രസക്തി വർദ്ധിച്ചു വരുന്നത്. പ്രായം ചെന്ന മനുഷ്യര്, അവരെ കൊണ്ട് ഉപയോഗമൊന്നുമില്ല. അവർക്ക് രോഗമാണ്, അവർക്ക് വേദനയാണ്. അവരെ അങ്ങോട്ട് കൊന്നുകളഞ്ഞാൽ, മരുന്ന് കുത്തിവെച്ചോ ആ രീതിയിൽ ദയാവധത്തിന് വിധേയമാക്കി കഴിഞ്ഞാലോ വളരെ സൗകര്യമായി ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകള്. പ്രിയപ്പെട്ടവരെ, വ്യക്തികളെ പോലും വസ്തുക്കളെ പോലെ കാണുന്ന ആ ഒരു ആധുനിക സംസ്കാരത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ മൃഗങ്ങളെ പോലെ കാണുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ വീട്ടിലെ പട്ടിക്ക്, ഓമന പട്ടിക്ക് അതിന് വേദനയായി, രോഗമായി ഡോക്ടറെ കൊണ്ടുവന്ന് മരുന്ന് കൊടുത്തു മാറുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? അതിനെ സ്നേഹിക്കുന്നവരായി നമ്മൾ ഒരുപക്ഷെ അതിനെ കൊന്നുകളയും. എന്തിന് ഈ പാപം ഇതുപോലെ വേദന സഹിക്കുന്നത്? ഓർക്കുക പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലെ പ്രിയപ്പെട്ട അപ്പൻ, പ്രിയപ്പെട്ട അമ്മ, അപ്പന് ക്യാൻസർ ആണല്ലേ, അമ്മയ്ക്ക് ക്യാൻസർ ആണ്, വലിയ വേദന സഹിക്കുന്നു, മരുന്ന് കൊടുത്തു, വേദന മാറുന്നില്ല. എന്ത് ചെയ്യണം? ആ ബില്ലൊക്കെ പറയുന്നത് പോലെയാണെങ്കിൽ, ദയാവധത്തിന്റെയൊക്കെ സൂത്രധാരകർ എഴുതി വച്ചിരിക്കുന്നത് പോലെയാണെങ്കിലോ ഇനി അവരെ കൊണ്ട് പ്രയോജനമില്ല. ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ, അവരെയൊന്ന് കൊന്നുകളയുക. ആ പട്ടിയെ കൊന്നതുപോലെ, പൂച്ചയെ കൊന്നതുപോലെ ഈ അപ്പനെ, ഈ അമ്മയെ കൊന്നുകളയുക, പ്രശ്നം അവസാനിപ്പിക്കുക. എന്തൊരെളുപ്പമാ! ലാഭ സംസ്കാരത്തിന്റെ വഴികള് പാവനമായ കുടുംബ ബന്ധങ്ങളെ തന്നെ വരിഞ്ഞു മുറുക്കി നശിപ്പിക്കുന്നത് നമ്മുടെയൊക്കെ കൺമുൻപിലില്ലേ. അതുപോലെ തന്നെ വീണ്ടും കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലോ ഒരു കുഞ്ഞു മതി എന്നായിരിക്കാം തീരുമാനിക്കണത്. ഇനി ഒന്നിൽ കൂടുതലായാലോ, കാരണം ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ വളർത്താനാവില്ല, അത് സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ടാക്കും. മാത്രമല്ല അതിനുവേണ്ടി കഷ്ടപ്പാട് സഹിക്കാനോ നഷ്ടങ്ങൾ സഹിക്കാനോ ആരും തയ്യാറല്ല. പുതിയ തലമുറയൊന്നും തയ്യാറല്ലാതെ വരുന്നത്. അതുകൊണ്ട് മാക്സിമം പോയാൽ ഒരു കുഞ്ഞു മതി, ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല. പ്രിയപ്പെട്ടവരെ ഓർക്കണം, ഒന്നിൽ കൂടുതൽ വന്നാലോ അതിനെയൊക്കെ വളരെ എളുപ്പത്തിൽ നശിപ്പിച്ച് കളയാം. അവിടെ ഗർഭനിരോധനമൊന്നുമല്ല, അവിടെ കൊലപാതകം തന്നെയാണ് നടക്കുന്നത് എന്ന് പലപ്പോഴും നമ്മളൊന്നും തിരിച്ചറിയുന്നില്ല. അമ്മയുടെ ഉദരം പോലും കൊലക്കളമായി മാറുന്ന ദാരുണമായ അനുഭവങ്ങളില്ലേ. എന്തേ? ഇതെല്ലാം ഈ ലാഭ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് മാറുകയേ ചെയ്യുന്നത്. വീണ്ടും നമുക്കറിയാം, വിവാഹത്തിന്റെ അവസ്ഥകളിലേക്ക് കടന്നു വന്നേ ഒരുപക്ഷെ പെൺകുട്ടിയുടെ ശാലീനതയ്ക്കോ അവളുടെ കുലീനത്വത്തിനോ വ്യക്തിത്വത്തിനോ ഇതിനൊന്നുമല്ല പ്രാധാന്യം, എത്ര രൂപ കിട്ടുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിവാഹ കമ്പോളമെന്നും വിവാഹ മാർക്കറ്റും എന്നൊക്കെ പറയുക. കഴിഞ്ഞ ദിവസം ഒരു പിതാവ് എന്നോട് പറഞ്ഞു, അച്ഛാ, മകൾ MBBS പഠിപ്പിച്ചു, 50 ലക്ഷത്തിലേറെ രൂപ മുടക്കിയാണ് ഈ പഠിപ്പിക്കലെല്ലാം പഠിപ്പിച്ചത്. ഇന്ന് വിവാഹാലോചനകൾ വരികയാണ്. ഇന്ന് വന്നു കഴിഞ്ഞപ്പോൾ വിവാഹാലോചനകൾ വരുമ്പോൾ 1 കോടിയെങ്കിലും കൊടുത്താൽ മാത്രമേ ഈ മകളുടെ വിവാഹം നടക്കുകയുള്ളൂ. ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ, എനിക്ക് പറ്റിയ അബദ്ധം, ഞാൻ അവളെ പഠിപ്പിച്ചു എന്നുള്ളതാ, അവളൊരു ഡോക്ടറാക്കി എന്നുള്ളതാണ് എൻ്റെ വലിയ അബദ്ധം. ഇന്നിതാ വിവാഹത്തിന് വരുന്നവരെല്ലാം കോടികളുടെ കണക്കുകളാ പറയുന്നത്. അങ്ങനെയുണ്ടെങ്കിലേ വിവാഹം നടക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, പെൺകുട്ടിയുടെ വ്യക്തിത്വത്തിനും ശാലീനതയ്ക്കൊന്നും പ്രാധാന്യം കൊടുക്കാതെ ഇതെല്ലാം പണത്തിന്റെ കണ്ണുകൊണ്ട്, ലാഭത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്ന ആ ഒരു രീതി നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നിരിക്കുക. ചില ആളുകൾ പ്രസംഗിക്കുന്നവരൊക്കെയുണ്ട്, സ്വന്തം മകളുടെ വിവാഹം നടക്കാൻ നേരത്ത് സ്ത്രീധനം വേണ്ട എന്ന്, മകന്റെ വിവാഹം നടക്കുമ്പോൾ സ്ത്രീധനം അനിവാര്യമാണെന്നൊക്കെ ചിന്തിക്കുന്നവരും പറയുന്നവരുമായ ആളുകൾ പോലും നമ്മുടെയൊക്കെ സമൂഹത്തിലുണ്ട്. ഇവിടെയെല്ലാം ലാഭ സംസ്കാരം കൊടുകുത്തി വാഴുകയാണ്. ഇന്ന് മക്കളെയൊക്കെ അവരെല്ലാം പഠിപ്പിച്ച് വലിയവരാക്കണം. അവരെ പഠിപ്പിക്കാൻ വേണ്ടി ഉന്നതമായ വിദ്യാപീഠങ്ങളിലേക്ക് കൊണ്ടുപോയി അവരെയെല്ലാം പഠിപ്പിക്കും. നല്ല റെസിഡൻഷ്യൽ സ്കൂളുകളിൽ അവിടെ ആയിരങ്ങളല്ല, 10,000-ങ്ങളല്ല, ലക്ഷങ്ങൾ തന്നെ മുടക്കി ഈ മക്കളെയൊക്കെ പഠിപ്പിക്കും. അതിന്റെ പിന്നിലൊരു ലക്ഷ്യമുണ്ടല്ലോ. ഈ 1000-ങ്ങളും 10,000-ങ്ങളും ലക്ഷങ്ങളും മുടക്കുന്നത്
ലക്ഷങ്ങളും കോടികളും കൊയ്യാൻ വേണ്ടിയിട്ടാണ്, വെറുതെ ഒന്നും അല്ല. ഇതിനെല്ലാം പ്രത്യേകമായ ലക്ഷ്യങ്ങളുണ്ട്. ഒരിക്കലും ഒരു പെൺകുട്ടി ഇവള് വിവാഹൊരുക്ക സെമിനാറിന് വന്നു. ഇവള് പറഞ്ഞു, അച്ഛാ ഞാൻ ലൈബ്രറി സയൻസ് പഠിച്ച ഇപ്പൊ ലൈബ്രറിയനായിട്ട് ജോലി ചെയ്യുകയാണ്. ഇവള് കൂട്ടിച്ചേർത്തു, ഞാൻ BSc നേഴ്സിംഗ് കഴിഞ്ഞതാണ്. കാരണം +2 കഴിഞ്ഞപ്പോൾ ഇവിടെ പിതാവ് പറഞ്ഞു, BSc നേഴ്സിംഗിന് പോയില്ലെങ്കിൽ നിന്നെ ഇനി പഠിപ്പിക്കാനേ വിടുന്നില്ല. അവസാനം ആ സമയത്ത് പിതാവിനോട് നേരെയൊന്ന് പറയാൻ ധൈര്യമില്ല. അതുകൊണ്ട് പിതാവ് പറഞ്ഞതുപോലെ BSc നേഴ്സിംഗിന് പോയി. പക്ഷെ അല്പം പോലും ആഗ്രഹമില്ല, അല്പം പോലും ഇഷ്ടമില്ലാത്തൊരു പ്രൊഫഷനാണ്. അതുകൊണ്ട് നിവൃത്തിയില്ലാത്തത് കൊണ്ട് പഠിച്ചു. പഠനം കഴിഞ്ഞ് 1 വർഷം കഷ്ടിച്ച് ജോലി ചെയ്തു. അപ്പോൾ അല്പവും കൂടി പ്രായമായി അപ്പന്റെ മുൻപിൽ എഴുന്നേറ്റ് നിന്ന് ധൈര്യത്തോടെ തന്റെ അഭിപ്രായം പറയാനുള്ള ആ ഒരു ചങ്കൂറ്റമൊക്കെ ഉണ്ടായി. അവൾ പറഞ്ഞു, ഞാൻ ഈ ജോലിയുമായിട്ട് തുടരുന്നില്ല, ലൈബ്രറി സയൻസ് പഠിച്ചു, ഇന്ന് ലൈബ്രറിയനായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പന്റെ ഉദ്ദേശം എന്താ? എങ്ങനെയും കുറെ ലാഭങ്ങൾ ഉണ്ടാകണം. മക്കളുടെ ആഗ്രഹങ്ങളോ അവരുടെ സ്വപ്നങ്ങളോ അതൊന്നും പ്രശ്നങ്ങളല്ല. ഈ മകനെ കൊണ്ട് അല്ലെങ്കിൽ മകളെ കൊണ്ട് എന്തുമാത്രം ലാഭങ്ങൾ ഉണ്ടാക്കാൻ, നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഈ രീതിയിലുള്ള ചിന്തകളാണ്. പ്രിയപ്പെട്ടവരെ, പണം ഉണ്ടാക്കണം. എങ്ങനെയും പണമുണ്ടാക്കാൻ വേണ്ടി ഏതെല്ലാം തരത്തിലുള്ള പ്രവൃത്തികൾ മനുഷ്യരൊന്ന് ചെയ്യുക. ഒത്തിരിയേറെ മോഷണങ്ങൾ നടക്കുന്നു, പിടിച്ചുപറികൾ നടക്കുന്നു. വൈകുന്നേരങ്ങളൊക്കെ ഒരുപക്ഷെ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കാനൊക്കെ പ്രയാസം. കാരണം എന്താ? എളുപ്പത്തിൽ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെല്ലാം ഒരുപക്ഷെ ചുറ്റുപാടുമുണ്ട്. അവരൊക്കെ ഒന്ന് വീട് കുത്തിത്തുറക്കാനോ അങ്ങനെയുള്ള എങ്ങനെയും പണമുണ്ടാക്കാനുള്ള അനേക ശ്രമങ്ങളാണ്. പണത്തിന് വേണ്ടി ബന്ധങ്ങൾ മറക്കും, സ്വന്തങ്ങൾ മറക്കും, ലാഭങ്ങൾ ഉണ്ടാക്കുക. ഈ ലാഭ സംസ്കാരം നമ്മുടെ ജീവിതത്തെ മുഴുവനും കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് മദ്യം കൊണ്ട് മദ്യക്കച്ചവടം നടത്തി ലാഭം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. പക്ഷെ എത്ര കുടുംബങ്ങളെ നശിപ്പിച്ചിട്ട്, എത്ര അമ്മമാരുടെ, എത്ര സഹോദരിമാരുടെ, എത്ര മക്കളുടെ കണ്ണുനീർ പാടങ്ങളിൽ നിന്ന് അവർ ഈ ലാഭം കൊയ്യുന്നത് പലപ്പോഴും ചിന്തിക്കാറില്ല. എനിക്ക് കുറച്ച് പണം ഉണ്ടാകുന്നു. ഒരു സർക്കാർ പോലും പറയുന്നുണ്ടല്ലോ, ഇതുകൊണ്ടാണ് സർക്കാരിന് ലാഭം ഉണ്ടാകുന്നതെന്ന്. 100 കോടി ലാഭമുണ്ടായാൽ അതിന്റെ ഇരട്ടിയല്ലേ ഈ മദ്യം മൂലമുള്ള കുറ്റകൃത്യങ്ങള്, അപകടങ്ങള്, അതിന്റെ പിറകെയുള്ള അന്വേഷണങ്ങള്, അതിനെല്ലാം വേണ്ടി ചെലവഴിക്കുന്നത്. ഒരുപക്ഷെ ഇതൊന്നും ആത്യന്തികമായിട്ട് ലാഭങ്ങളല്ല എന്ന് നമുക്കറിയാം. എങ്കിലും എങ്ങനെ ഇതെല്ലാം കൊണ്ട് കുറെ ലാഭങ്ങൾ ഉണ്ടാക്കുക? മറ്റുള്ളവരുടെ വേദനകളോ, മറ്റുള്ളവരുടെ ദുഃഖങ്ങളോ, മറ്റുള്ളവരുടെ ജീവിതങ്ങളോ ഇതൊന്നും പ്രശ്നമല്ല. എനിക്ക് ജീവിക്കണം, എനിക്ക് ലാഭമുണ്ടാക്കണം, എനിക്ക് സമ്പത്ത് ഉണ്ടാക്കണം. ഈ ഒരു ലക്ഷ്യത്തോടു കൂടി മുൻപോട്ട് പോകുന്ന അനേകം ആളുകൾ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് നാം തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊരു സമൂഹത്തിൽ ഈ ലാഭ സംസ്കാരം കൊടുകുത്തി വാഴുന്ന ഈ ഒരു സമൂഹത്തിൽ യേശു നമ്മെ വെല്ലുവിളിക്കുകയാണ്. നഷ്ടങ്ങൾ സഹിക്കാൻ സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ സമ്പത്തല്ല ഏറ്റവും വലിയ ലാഭം. ഏറ്റവും വലിയ ലാഭം യേശുവാണ് എന്ന് തിരിച്ചറിയണം. യേശുവാകുന്ന ആ വലിയ മൂല്യത്തെ കണ്ടെത്തണം. ആ വിശുദ്ധ പൗലോസ് അപ്പസ്തോലനും വിശുദ്ധാത്മാക്കളുമെല്ലാം തങ്ങൾക്കുള്ളത് മുഴുവൻ നഷ്ടപ്പെടുത്താനുള്ള കാരണം എന്താ? ഈശോ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ വയലിൽ ഒരു നിധി കണ്ടെത്തിയപ്പോഴോ തനിക്കുള്ള ചെറിയ വയലുകളൊക്കെ വിറ്റ് ആ നിധി ഒളിഞ്ഞിരിക്കുന്ന വയല് അയാൾ വിലയ്ക്ക് വാങ്ങി. കാരണം എന്താ? വലിയൊരു നിധി അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. അയാൾക്കത് മനസ്സിലായി. അതുപോലെ വിലപിടിച്ച രത്നം കണ്ടെത്തിയ മനുഷ്യൻ, ആ വിലപിടിച്ച രത്നം കണ്ടെത്തിയപ്പോഴോ തനിക്കുണ്ടായിരുന്ന ചെറിയ രത്നങ്ങൾ മുഴുവൻ അയാൾ വിറ്റുകളഞ്ഞു. എന്നിട്ട് വിലപിടിച്ച ഈ രത്നം അയാൾ വാങ്ങി. ജീവിതത്തിലെ ഏറ്റവും വിലപിടിച്ച നിധി, ജീവിതത്തിൽ ഏറ്റവും വിലയുള്ള രത്നം യേശുവാണെന്ന് കണ്ടെത്തുക, അത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കണ്ടെത്തലാണ്. അങ്ങനെ യേശുവിനെ കണ്ടെത്തി തനിക്കുള്ളത് മുഴുവനും സന്തോഷത്തോട് ഉപേക്ഷിക്കാൻ തയ്യാറാവുക. വിശുദ്ധാത്മാക്കളൊക്കെ നമ്മുടെ മുൻപില് വരച്ചു കാണിക്കുന്ന വലിയ ചിത്രമാണത്. യേശു തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിധിയാണെന്നും ഏറ്റവും വിലപിടിച്ച സമ്പത്താണെന്നും തിരിച്ചറിഞ്ഞപ്പോഴോ തങ്ങൾക്കുണ്ടായിരുന്ന ചെറിയ ലാഭങ്ങളൊക്കെ അവർ വേണ്ട എന്ന് വെച്ചു. തൊഴില് വേണ്ട എന്ന് വെച്ചു, സമ്പത്ത്, പണം വേണ്ട എന്ന് വെച്ചു, ജീവൻ പോലും അവർ ഉപേക്ഷിച്ചു എന്നുള്ളതാ. യേശുവാകുന്ന നിധിയെ അവര് കണ്ടെത്തിയപ്പോൾ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ലാഭ സംസ്കാരത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ
ഒരു പുതിയ തിരിച്ചറിവിലേക്ക് നമുക്ക് എത്തിച്ചേരണം. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്, ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി അത് യേശുവാണെന്നുള്ള ആ വലിയ സമ്പത്ത് തിരിച്ചറിയണം. നമുക്കറിയാം, പലപ്പോഴും ഈ സമ്പത്തിനെ കുറിച്ച് നമ്മുടെ മക്കൾക്കൊന്നും പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് മക്കളൊക്കെ ഈ ലോകം നൽകുന്ന സമ്പത്തുകൾ തേടിപ്പോകുന്ന അനേക അനുഭവങ്ങളില്ലേ. യേശുവിനെ തള്ളിപ്പറയാനും യേശുവിനെ ഉപേക്ഷിക്കാൻ ഒന്നും പ്രയാസമില്ല. വിശ്വാസം ഉപേക്ഷിച്ച് സ്വന്തം വഴികളിലൂടെ പോകുന്നവരില്ലേ. കഴിഞ്ഞൊരു ദിവസം ഒരു അമ്മയെ കണ്ടുമുട്ടി, അമ്മയപ്പന കുടുംബത്തെ കണ്ടുമുട്ടി. ഈ അമ്മ വലിയ വിലാപമാണ്, വലിയ കരച്ചിലാണ്. ഈശോയെ എനിക്കെൻ്റെ മകളെ വേണം, ഈശോയെ എനിക്കെൻ്റെ മകളെ വേണം എന്നുള്ള രീതിയിലാണ് അമ്മയുടെ കരച്ചില്. എന്താ പ്രശ്നം? ഈ മകള് നേഴ്സിങ്ങിന് പഠനത്തിന് പോയ മകള് വണ്ടി കയറ്റി ഇവിടുന്ന് വിട്ട് പഠനം പകുതി വഴി കഴിഞ്ഞു, ഇവിടുന്ന് വണ്ടി കയറ്റി വിട്ടു. പക്ഷേ സ്ഥലത്തെത്തിച്ചേർന്നില്ല, വിശാഖപട്ടണത്ത് എത്തിച്ചേർന്നില്ല. അതിനു മുമ്പ് അവളിതാ കാണാതായി. അവസാനം അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു, അന്വേഷണമൊക്കെ കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു അന്യമതത്തിൽപ്പെട്ട ഒരു യുവാവുമായിട്ട് രജിസ്റ്റർ വിവാഹം ചെയ്തു കഴിഞ്ഞു. യേശുവിനെ ഒന്നും ഉപേക്ഷിക്കാൻ ഒരു പ്രയാസമില്ല. വിശ്വാസമൊക്കെ ഉപേക്ഷിച്ചു, അതൊന്നും ഒരു പ്രയാസമോ പ്രശ്നമോ ഒന്നുമല്ല. ഇതുപോലുള്ള അനേക സംഭവങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ എൻ്റെ കുടുംബത്തിൽ ഇതുപോലെ സംഭവിച്ചില്ലല്ലോ, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന അനേകര് ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മക്കൾക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി, ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്, ജീവനേക്കാൾ വലുതായി വിശ്വാസത്തെ കാണുവാൻ, യേശുവിനെ കണ്ടെത്തുവാൻ ആ മക്കളെ പ്രേരിപ്പിച്ചില്ലെങ്കിൽ ഈ ദുരന്തം എന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരും എന്ന് പറയാൻ നമുക്കാവില്ല. അതുകൊണ്ട് യേശുവാകുന്ന വലിയ സമ്പത്തിനെ തിരിച്ചറിയാം. ഈ ലാഭസംസ്കാരത്തിന്റെ മുൻപിൽ യേശു തനിക്ക് ഒത്തിരി നഷ്ടങ്ങളെ സഹിച്ചില്ലേ, കുരിശിൽ ജീവൻ പോലും പൊലിഞ്ഞ് അവിടുന്ന് നമ്മെ സ്നേഹിച്ചില്ലേ. ആ യേശുവാണ് ഏറ്റവും വലിയ ലാഭമെന്ന് കണ്ടെത്താം. ഈ ലോകം വച്ചു നീട്ടുന്ന സമ്പത്തുകളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് യേശുവാകുന്ന സമ്പത്തിന് വേണ്ടി എല്ലാ നഷ്ടങ്ങളും ഏറ്റെടുക്കാൻ നമുക്ക് തയ്യാറാകാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ ലോകം ഞങ്ങൾക്ക് നൽകുന്ന സൗകര്യങ്ങളോ ഈ ലോകം നൽകുന്ന സമ്പത്തോ പണവോ ഇതൊന്നുമല്ല. അങ്ങാണ് യഥാർത്ഥ സമ്പത്ത്. അങ്ങേ നേടുവാൻ എല്ലാം നഷ്ടമായി പരിഗണിക്കാൻ, ഞങ്ങൾക്കുള്ളതൊക്കെ നഷ്ടപ്പെടുത്താനുള്ള ആ വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. യേശുവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിന്റെ സമ്പത്തായി, ഏറ്റവും വലിയ നിധിയായി, ജീവിതത്തിൽ ഏറ്റവും വിലപിടിച്ച രത്നമായി അങ്ങയെ കാണുവാനും അങ്ങേക്ക് വേണ്ടി ജീവിതങ്ങളെ സമർപ്പിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും, ഞങ്ങളുടെ മക്കളെയും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും എല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ, കൃപ ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. യേശുവിൻ സ്നേഹതാതാ, വിശുദ്ധനാകും യോസേപ്പേ, പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ. നീതിമാനാകും താതാ, യേശുവിൻ സ്നേഹതാതാ, വിശുദ്ധനാകും യോസേപ്പേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ. ശാലോം ടിവി തൻ മധ്യസ്ഥ, പ്രാഭവമോടെ വാഴുന്നു നീ. ആകുലർ പീഡിതർ ക്ലേശിതരങ്ങേ, പാവന പാദം വണങ്ങിടുന്നു. ശാലോം ടിവി തൻ മധ്യസ്ഥ, പ്രാഭവമോ
പാരീതിൻ പാപം നീക്കാൻ ഭൂവിതിൽ ജാതനായ ഈശോ തൻ വളർത്തു താതാ ഞങ്ങൾ തൻ സംരക്ഷക. പാരീതിൻ പാപം നീക്കാൻ ഭൂവിതിൽ ജാതനായ ഈശോ തൻ വളർത്തു താതാ ഞങ്ങൾ തൻ സംരക്ഷക. ശാലോം ടിവി തൻ മധ്യസ്ഥ പ്രാഭവമോടെ വാഴുന്നു നീ. ആകുലർ പീഡിതർ ക്ലേശിതരങ്ങേ പാവന പാദം വണങ്ങിടുന്നു. ശാലോം ടിവി തൻ മധ്യസ്ഥ പ്രാഭവമോടെ വാഴുന്നു നീ. ആകുലർ പീഡിതർ ക്ലേശിതരങ്ങേ പാവന പാദം വണങ്ങിടുന്നു. കന്യകാമേരിയോടും തന്നോമൽ സൂനുവോടും മാലാഖമാരോടൊത്തും മഹിമയിൽ വാഴുന്നു നീ. കന്യകാമേരിയോടും തന്നോമൽ സൂനുവോടും മാലാഖമാരോടൊത്തും മഹിമയിൽ വാഴുന്നു നീ. ശാലോം ടിവി തൻ മധ്യസ്ഥ പ്രാഭവമോടെ വാഴുന്നു നീ. ആകുലർ പീഡിതർ ക്ലേശിതരങ്ങേ പാവന പാദം വണങ്ങിടുന്നു. ശാലോം ടിവി തൻ മധ്യസ്ഥ പ്രാഭവമോടെ വാഴുന്നു നീ. ആകുലർ പീഡിതർ ക്ലേശിതരങ്ങേ പാവന പാദം വണങ്ങിടുന്നു. പുതുവർഷ പ്രോഗ്രാമുകൾ ജനുവരി 1 വൈകിട്ട് 5 മണിക്ക് 2D ആനിമേഷൻ ജീവജലം. എന്നോട് കുടിക്കാൻ ചോദിക്കുന്നതുണ്ട്. രാത്രി 7:30 ഇടയ ശബ്ദം. ആർക്കെങ്കിലും അസുഖമുണ്ടെങ്കിൽ അയാളെ ഒഴിവാക്കുന്ന ഒരു മരണത്തിന് സംസ്കാരത്തിലേക്ക് വരും. 8 മണിക്ക് ഷാരോണിലെ ലില്ലിപ്പൂക്കൾ. 9 മണിക്ക് ടെലിഫിലിം വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ. തമ്പാട്ടി തൈര്യാണ്, ആക്കളവയ്ക്ക് കുഷ്ഠരോഗാണ്. 9:30 പുതുവർഷ സുവിശേഷം. നിങ്ങളുടെ ശരീരം ദൈവാത്മാവിന്റെ ആലയമാണ്. രാത്രി 10 മണിക്ക് ദിവ്യകാരുണ്യ ആരാധന. 10:30 വിശുദ്ധ കുർബാന. ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ